മറ്റൊരു വിഷയം, മാഷിന്റെ വരുമാനം സംബന്ധിച്ച് വലിയ അത് എൻ്റെ വലിയ വിമർശനം ഉന്നയിച്ചു. അതെന്താണെന്ന് വെച്ചാൽ അല്ല, അതിന് ഞാനല്ലല്ലോ മറുപടി പറയേണ്ടത്. പദവി എന്താണെന്നുള്ളതിന് മുമ്പുള്ളൊരു പദവി ഞാൻ ഉണ്ടാക്കിയ പദവിയല്ല. എന്നെ ഒരു ഓഫർ ഞാൻ വന്നു. പിന്നെ മറ്റത് നമ്മുടെ പത്രസുഹൃത്തുക്കൾ ഉണ്ടാക്കിയൊരു കാര്യം ഒന്ന് അന്വേഷിച്ച് പറയേണ്ടതായിരുന്നു. 2023-24 വരെ ഞാൻ എക്കണോമിക് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നു. ഇതിൽ എൻ്റെ ചിലവ് ലെസ് ദാൻ 5 lakhs. അത് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിരുന്നു ഡേപ്പാക്കാണ്. പിന്നീടുണ്ടായ പ്രശ്നം ഈ 6 ലക്ഷം കൂടെ അഡീഷണൽ ചോദിച്ചു. അതെനിക്കറിയില്ല എന്താണെന്ന് ചോദിക്കാൻ. ഞാനിപ്പോൾ RC വിളിപ്പിച്ചു, ഇന്നലെ എനിക്ക് വിളിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കൂടി യാത്ര ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ RC മാത്രമല്ല, ഫുഡ് സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടി എമൗണ്ട് വെച്ചുള്ള ഒരു ഹെഡേ ഉള്ളൂ. ആ ഹെഡ് സ്പെഷ്യൽ ടോട്ടൽ എമൗണ്ട് ആണ് 11 ലക്ഷം. അതെ, അദ്ദേഹം മാത്രമല്ല എൻ്റെതല്ല, എൻ്റെത് 5 ലക്ഷത്തിന് താഴെയാണ് എന്നെ നിൽക്കുന്നത്. അത് കൂടിയിട്ടില്ല. അദ്ദേഹം കൂടി യാത്ര ചെയ്യുമ്പോൾ ആ എമൗണ്ടിന് വേണ്ടി ഒരു ഹെഡേ ഉള്ളൂ. ഉദാഹരണമായിട്ട് ഇവിടുത്തെ വാട്ടർ സപ്ലൈ അത് എൻ്റെ ഹെഡിലാണ്. ഞാൻ ഇത്രയും വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. ഇലക്ട്രിസിറ്റി എൻ്റെ ഹെഡിലാണ്. അത് ഇവിടുത്തെ ഒരു ഹെഡ് കിടക്കുന്നതാണ്. അതിലെ എമൗണ്ട് വരത്തുള്ളൂ. അത്രയുള്ളത്. അത്ര എൻ്റെ യാത്ര അത്ര ഇപ്പം നിങ്ങൾക്ക് നോക്കാവുന്ന കാര്യമുള്ളൂ. 23 ഞാൻ വരുന്നു, 24 വരെയുള്ള ഫൈനാൻഷ്യൽ ഇയറിൽ എൻ്റെ ചിലവ് ലെസ് ദാൻ 5 lakhs. പിന്നെ ഈ വരുമാനം സംബന്ധിച്ചൊരു ചോദ്യമുണ്ട്, ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് 30 ലക്ഷം എന്നൊക്കെയുള്ള കണക്ക് പറയുമ്പോൾ അതാണ് പറഞ്ഞത്. അത് നിങ്ങൾ കൊടുക്കുന്നത് വാർത്തകളിൽ നിന്നാണ് അദ്ദേഹത്തെ. എനിക്കെന്താ വരുമാനം? എനിക്ക് പെൻഷനുണ്ട്. ഞാൻ 22 വയസ്സിൽ അധ്യാപകനായ ആളാണ്. ഞാൻ 23 വർഷക്കാലം അധ്യാപകനായിരുന്നു, അതിൻ്റെ പെൻഷനുണ്ട്. 22 വർഷം MP ആയിരുന്നു, അതിൻ്റെ പെൻഷനുണ്ട്. MLA ഇതെല്ലാം കൂടി എനിക്ക് കിട്ടുന്ന 1 lakhs ആണ്. 1.25 lakhs. അതെനിക്ക് കിട്ടുന്നത് എനിക്ക് കിട്ടേണ്ടതല്ലേ. എന്നെപ്പോലെ എല്ലാവർക്കും കിട്ടിയതല്ലേ. ഞാൻ ജോലി ചെയ്തിട്ടല്ലേ. പിന്നെ അഡീഷണലായിട്ടൊന്ന് ഈ 1 lakh ഓണറേറി എടുക്കാൻ എന്താ കാര്യം? എനിക്ക് ശമ്പളം ചോദിക്കാമായിരുന്നു, ഏത് മന്ത്രിക്ക് കിട്ടും. പക്ഷെ അങ്ങനെ വരുമ്പോൾ എൻ്റെ പെൻഷൻ നിന്ന് പോകും. പെൻഷൻ ഒരിക്കൽ നിന്ന് പോയാൽ പിന്നെ രണ്ടാമത് തുടങ്ങാൻ അത്ര എടുപ്പല്ല. അതുകൊണ്ടാണ് ഓണററിയാക്കി. എന്തിനാ പാപം? അങ്ങനെയൊക്കെ നിങ്ങളല്ലേ വലിച്ചത്. ഇല്ലാത്ത വാർത്ത കൊടുത്തിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി കാണുമല്ലോ എനിക്ക് 30 ലക്ഷമൊന്നും ഇല്ലെന്ന്. അല്ല അതാ എന്താ ഏതാ പറയട്ടെ? ഏത് കണക്കെന്ന് പറയണ്ടേ? ഏത് കണക്കാണ് ഞാൻ ചോദിച്ചല്ലോ? ഏത് കണക്ക്? പിന്നെ എൻ്റെ സുഹൃത്തല്ലേ, എന്നൊന്നും കൂടി ചോദിക്കാറുണ്ടല്ലോ. എന്താണ് മാഷ കൊടുക്കാൻ? ചോദിച്ചിട്ടില്ല. അപ്പോൾ പലരും ഇപ്പോൾ അതിരാഷ്ട്രീയ പ്രശ്നമാണ് നടക്കുന്നത്. അതിന് ഇവിടെ വരുന്നവർക്ക് ഇവിടെ സെല്ലുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ പ്രത്യേക സെല്ല്. ഞാനുള്ള കാലം വരെ സെല്ലുള്ളതാണ്. അവർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഒരു പ്രത്യേക സെല്ല് വെച്ചിട്ടുണ്ട്. എന്നെ പലരും വിളിക്കാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും.